നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിൽമയുടെ ഏറ്റവും വലിയ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മങ്കട മൂർക്കനാട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഓരോ പൗരനും ഇക്കാര്യത്തിൽ സ്വയം ബോധവാന്മാരാകണമെന്നും മന്ത്രി. നെല്ലായ പേങ്ങാട്ടിയിൽ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം എം.എൽ.എയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സദ്ഗ്രാമം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുടെ സമഗ്ര സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 80കളിലെ നാട്ടുരീതിയായിരുന്ന കുറിക്കല്യാണം വീണ്ടും നടത്തി തുവ്വൂരിലെ സൗഹൃദ കൂട്ടായ്മ. ഒരു കാലത്തെ നാടിന്റെ ഐക്യവും സഹായ മനസ്കതയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയാണ് കുറിക്കല്യാണം പുനരാവിഷ്കരിച്ചത്. വാർത്തകളിലേക്ക് വിശദമായി. മങ്കട മൂർക്കനാട് നിർമ്മിച്ച മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറിയും മിൽമ മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മിൽമയുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയാണ് മൂർക്കനാട് ഉദ്ഘാടനം ചെയ്തത്. മങ്കട മൂർക്കനാട് നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡും പ്രകൃതി ദുരന്തങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായി. എന്നാലും ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി പ്രോജക്റ്റായ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും നിർമ്മാണം നേരത്തെ വ്യക്തമാക്കിയ പലവിധ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാം. മിൽമയുടെ മലബാർ മേഖല യൂണിയനിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഡയറി ഇല്ലാത്ത ഒരു ജില്ലയായിരുന്നു മലപ്പുറം. അതിനിതോടെ മാറ്റമുണ്ടാകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ക്ഷീരമേഖലയിൽ വർദ്ധിപ്പിക്കണം. ന്യൂട്രീഷൻ ഫുഡ് പ്രോഡക്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന കാലമാണിത്. ഇത്തരം മേഖലകളിലേക്ക് കൂടി മിൽമയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധ തിരിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ശക്തമായ മാർക്കറ്റിംഗ് ശൃംഖലയും ഈ മേഖലയിൽ കെട്ടിപ്പടുക്കണം. ഇതൊക്കെ നടപ്പായാൽ ക്ഷീരമേഖലയിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒന്നാകെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാലാവസ്ഥാ വ്യതിയാനം പാൽ സംഭരണത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായി സംസ്ഥാനത്തെ ചില്ലിംഗ് പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിദിനം 10 മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയുണ്ടാകും. അപ്പോൾ ക്ഷീര കർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായാണ് ഇത് മാറുന്നത്. മലബാർ മേഖല യൂണിയൻ നല്ല രീതിയിൽ ഈ രംഗത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്ന യൂണിയൻ കൂടിയാണ്. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. മിൽമ ഡയറി വെറ്റനറിന്റെ വിപണനോദ്ഘാടനം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. നിർവഹിച്ചു. പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി, മലപ്പുറം ഡയറി എന്നീ പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെ മുഖ്യമന്ത്രി ആദരിച്ചു. അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന പി.ടി. ഗോപാലക്കുറുപ്പിനെ മന്ത്രി ജെ ചിഞ്ചുറാണിയും പൊന്നാടയണിയിച്ച് ആദരിച്ചു.
ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും മലബാറിലെ മികച്ച യുവ ക്ഷീരകർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളാംകുഴി അലി എം.എൽ.എയും ക്ഷീരകർഷകർക്കുള്ള അവാർഡ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ് നിർവഹിച്ചു. ക്ഷീരകർഷകരുടെ മക്കൾക്കുള്ള വെറ്റിനറി ആൻഡ് ഡയറി സയൻസ് പഠന സ്കോളർഷിപ്പുകൾ ജില്ലാ കളക്ടർ വി.ആർ. വിനോദ വിതരണം ചെയ്തു. ISO സംഘം ജീവനക്കാർക്കുള്ള വാർഷിക ഗ്രാന്റ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവ് നിർവഹിച്ചു. മലബാറിലെ 6 ഡയറികൾക്കുള്ള ISO സർട്ടിഫിക്കറ്റുകൾ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ സമർപ്പിച്ചു. ഫാക്ടറിയുടെ നിർമ്മാതാക്കളായ ടെട്രാപാക്കിനെ മിൽമ MD ആസിഫ് K. യൂസഫും ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥും ഫയർ സേഫ്റ്റി ആൻഡ് ETP കോൺട്രാക്ടർമാരെ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു N. കുറുപ്പും അനുമോദിച്ചു. MRDF ചാരിറ്റി ധനസഹായ വിതരണവും കന്നുകാലി ഇൻഷുറൻസ് ഓൺലൈൻ എൻറോൾമെന്റ് ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറും ഡയറി രജിസ്ട്രാറുമായ ശാലിനി ഗോപിനാഥ് നിർവഹിച്ചു. കന്നുകാലി ഇൻഷുറൻസ് ക്ലെയിം തുക മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ K. സിന്ധു വിതരണം ചെയ്തു. സ്നേഹമിത്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ സെറീന ഹസീബും ക്ഷീര സുമംഗലി സമ്മാനം മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. അബ്ദുൽ കരീമും വിതരണം ചെയ്തു. ക്ഷീര സമാശ്വാസം സഹായ വിതരണം മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാറും അരുണോദയ പദ്ധതി മരുന്ന് വിതരണ ഉദ്ഘാടനം KLDB മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ R. രാജീവ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജനം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് മന്ത്രി MB രാജേഷ്. ഓരോ പൗരനും ഇക്കാര്യം സ്വയം ബോധവാന്മാരാകണമെന്നും മന്ത്രി പറഞ്ഞു. നെല്ലായ പേങ്ങാട്രിയിൽ വഴിയിടം വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെല്ലായ ഗ്രാമപഞ്ചായത്ത് പേങ്ങാട്ടിരിയിൽ ടേക്ക് എ ബ്രേക്ക് വഴിയിട വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ശുചിമുറികൾ, വിശ്രമമുറി, കഫ്തീരിയ, അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രം തുടങ്ങിയവ വിശ്രമ കേന്ദ്രത്തിലുണ്ട്. മന്ത്രി MB രാജേഷ് വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. വൃത്തിയുള്ള കേരളം എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ടേക്ക് എ ബ്രേക്ക് സെൻ്ററുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം വഴിയിൽ വലിച്ചെറിയുന്ന സ്വഭാവം അവസാനിപ്പിക്കണം. നാട് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ പൗരനും ഇക്കാര്യത്തിൽ ബോധവാന്മാരാകണം. മാറ്റമുണ്ടാക്കാൻ നിയമങ്ങൾ കർശനമാക്കാതെ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു. മാറ്റമൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. എന്താണ്? വഴിയിൽ മുഴുവൻ മാലിന്യം വലിച്ചെറിയുന്നത്. അതാരാ ചെയ്യുന്നത്? ഓരോരുത്തരും ചെയ്യുന്നതാണ്. ഓരോരുത്തരുടെയും പെരുമാറ്റമാണത്. ചിലരുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട് മുഴുവൻ വൃത്തികേടാക്കും, പക്ഷേ പഞ്ചായത്തും സർക്കാരും മര്യാദയ്ക്ക് അത് വൃത്തിയായി സൂക്ഷിച്ചോളണം. ഇതാണ്. ഞങ്ങൾക്ക് വൃത്തികേടാക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് വൃത്തിയാക്കിക്കൊള്ളണം. ഇതാണ് മനോഭാവം. അങ്ങനെ പറ്റില്ല. മാലിന്യ സംസ്കരണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നതുപോലെ മാലിന്യം വഴിയിൽ വലിച്ചെറിയാതിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. രണ്ടും ചേരുമ്പോഴേ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പം നിയമം പഴയതുപോലെയല്ല, കർക്കശമാക്കിയിട്ടുണ്ട്. പണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുപ്പി വഴിയിലേക്ക് വലിച്ചെറിയാം. ആ ഓർമ്മയിൽ ഇപ്പം വലിച്ചെറിഞ്ഞാൽ 10,000 കയ്യിൽ നിന്ന് പോകും. 10,000 പിടിച്ചാൽ. നാടിനെ മാലിന്യമുക്തമാക്കാൻ വൃത്തിയുള്ളൊരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. ടേക്ക് എ ബ്രേക്കുകളും അതിനു വേണ്ടിയിട്ടാണ്. പണ്ടുണ്ടായിരുന്നു ടേക്ക് എ ബ്രേക്ക് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എവിടെയാണ് വഴിയിൽ കാര്യം സാധിക്കലേ? അതാണ്. അങ്ങനെ തന്നെ ഇനി തുടരാൻ പറ്റുമോ? പറ്റില്ല. അതിനാണ് 1032 ടേക്ക് എ ബ്രേക്കുകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തന കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും പിന്തുണ ആവശ്യമുള്ള പ്രവർത്തനമാണ്. വൃത്തിയാവുമ്പോൾ നാടാകെ വൃത്തിയാവുകയാണ്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. പി മമ്മിക്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം K. നസീമ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C. ബാബു, KP വസന്ത, A. മൊയ്തീൻകുട്ടി, PK മുഹമ്മദ് ഷാഫി, ജിഷ P. വിനു, MM ബഷീർ, KB സുഭാഷ്, CU സുകേഷ്, B. ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു.
പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ സദ്ഗ്രാമം പദ്ധതി നടപ്പാക്കും. പദ്ധതി തുടങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള നേതൃസംഗമങ്ങൾ പൂർത്തിയായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുടെ സമഗ്ര സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാണ് നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സദ്ഗ്രാമം പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സദ്ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി പഞ്ചായത്ത് തല നേതൃസംഗമങ്ങൾ പൂർത്തിയായി. നഗരസഭയിലും മേലാറ്റൂർ, വെട്ടത്തൂർ, താഴേക്കോട്, ആലിപ്പറമ്പ്, ഏലംകുളം, പുലാമന്തൂർ പഞ്ചായത്തുകളിലും നേതൃസംഗമങ്ങൾ നടന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമൂഹികപരവും അടിസ്ഥാനപരവുമായ പുരോഗതിയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഒരു നാടിന്റെ ഐക്യത്തെയും പരസ്പര സഹായ മനോഭാവത്തെയും സൂചിപ്പിച്ചിരുന്ന കുറിക്കല്യാണത്തെ പുനരാവിഷ്കരിച്ചപ്പോൾ അത് ചെന്നെത്തിച്ചത് ഗൃഹാതുരമായ നല്ല ഓർമ്മകളിലേക്ക്. തുവൂർ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മയാണ് കുറിക്കല്യാണം നടത്തിയത്. 80കളുടെ അവസാനം വരെ സജീവമായിരുന്ന ഒരു നാട്ടുരീതിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കുറിക്കല്യാണം നടത്തിയത്. വേണം മേലാട വേണം പാവാട വേണം മേലാട വേണം അഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണു നീ അമ്മക്ക് പാവാട വേണം മേലാട വേണം അഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണു നീ അമ്മക്ക്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സജീവമാകുന്നതിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 80കളുടെ അവസാനം വരെ സജീവമായിരുന്ന ഒരു നാട്ടുരീതിയാണ് കുറിക്കല്യാണം. അന്ന് സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവരെ സഹായിക്കാനും നാടിന്റെ സൗഹൃദം നിലനിർത്താനും ഈ രീതി വ്യാപകമായിരുന്നു. ആ കുറിക്കല്യാണത്തെ അതിന്റെ തനിമ ഒട്ടും ചോരാതെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് തുവൂർ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ. കൂട്ടായ്മയുടെ 6ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. വലിയ ഒരു മാതൃകയായിരുന്നു കുറിക്കല്യാണങ്ങൾ. പല ജനങ്ങൾക്കും അത് അന്നത്തെ കാലത്ത് വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇല്ലാതായപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ആഴ്ചകൾ തോറും വരുന്ന അണ്ണന്മാരും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്ലേഡ് കമ്പനികളും വട്ടിക്കാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത്. അപ്പോൾ നാട്ടിലെ സമൂഹത്തിലുണ്ടായിരുന്ന വലിയൊരു സഹകരണവും പരസ്പര സ്നേഹത്തിൻ്റെയും കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ പുനരാവിഷ്കാരം ആണ് ഇവിടെ ഈ വാട്സപ്പ് കൂട്ടായ്മ നടത്തുന്നത്. ഇതിൽ നിന്നും ഒരു വലിയ പാഠം നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടായ്മ ഈ ഒരു ചെറിയ കൊച്ചു പ്രദേശത്ത് നടത്തുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ. 80കളിൽ തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രങ്ങളോടെ പോസ്റ്റർ പതിച്ച ചായക്കടകളും അന്നത്തെ ഉപകരണങ്ങളുമെല്ലാം കുറിക്കല്യാണത്തിന്റെ ഭാഗമായി. പുലർച്ചെ 5 മുതൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കുറിക്കല്യാണം തുടങ്ങിയത്. നേരത്തെ തന്നെ വലിയ പ്രചാരം നൽകിയതിനാൽ നിരവധി പേർ ഇത് കാണുന്നതിനായി എത്തിയിരുന്നു. ആലത്തൂരിലുള്ള ഒരു രോഗിക്ക് വേണ്ടി 10,000 രൂപ ഞങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ മിച്ചം വരുന്ന മുഴുവൻ സംഖ്യയും തുവൂർ പാലിയേറ്റീവിൻ്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്കാണ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചുള്ളത്. അതുപോലെ തന്നെ ഈ 6 വർഷക്കാലം ഞങ്ങൾ ഒരു 4-5ഓളം ടൂറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ടൂറിലൊക്കെ മിച്ചം വരുന്ന മുഴുവൻ സംഖ്യയും ഞങ്ങൾ പാലിയേറ്റീവിലേക്കാണ് നീക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ ആഗ്രഹം 60 വയസ്സ് കഴിഞ്ഞ നമ്മുടെ കാരണവന്മാരെയും കൊണ്ട് ഒരു ചെറിയൊരു വിനോദയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് ഇനി അടുത്തതായിട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാം. പഴയകാല സംഗീതവും കുറിക്കല്യാണത്തെ ഗൃഹാതുരമാക്കി. കുറിക്കല്യാണത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മാപ്പിളകവി OM കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. അത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കണം. പിന്നെ പാട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വളരെ മാപ്പിളപ്പാട്ടിൻ്റെ വിവിധ കൃതികൾ വായിച്ച ഒരാൾ എന്നുള്ള നിലയിൽ
മാപ്പിളപ്പാട്ടിൽ അങ്ങനെ ഒരു മാപ്പിള പറഞ്ഞാൽ നമ്മുടെ എറണാകുളം മുസ്ലിങ്ങൾക്ക് മാപ്പിള എന്ന് പറയാറുണ്ടല്ലോ. മാപ്പിളമാരുടെ ഒരു പ്രത്യേക സ്വത്തല്ല ഈ മാപ്പിളപ്പാട്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പൂർവ്വകാല സ്നേഹിതർ കൂട്ടായ്മ ചെയർമാൻ പി മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജിലൻസ് ഇൻസ്പെക്ടർ പി ജ്യോതീന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കൽ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, കെ സുരേന്ദ്രൻ, അസീസ് ചാത്തോലി, അബു ഇരിങ്ങാട്ടിരി, പി എ മജീദ്, പ്രകാശ് വേങ്ങശ്ശേരി, ടി ടി ജ്യോതി, നാരായണൻകുട്ടി അരിക്കുഴി, പി അനിൽകുമാർ, മുഹമ്മദ് പൂവത്തിക്കൽ, പി സലാഹുദ്ദീൻ, എ കെ അനീസ്, കൊപ്പത്ത് ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തുവൂർ. രാഷ്ട്രീയ അവബോധത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ അപലപനീയമാണെന്ന് പെരിന്തൽമണ്ണയിൽ നടന്ന വിസ്ഡം സംസ്ഥാന ജനറൽ കൗൺസിൽ അഭിപ്രായപ്പെട്ടു. കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ അവബോധത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ അപലപനീയമാണെന്ന് പെരിന്തൽമണ്ണയിൽ ചേർന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കുന്ന എല്ലാവിധത്തിലുള്ള പുരോഗമനങ്ങളെയും സാമൂഹിക മുന്നേറ്റങ്ങളെയും സാമുദായികമായി മാത്രം സമീപിക്കുന്നതും വിമർശിക്കുന്നതും അങ്ങേയറ്റം അപലപനീയമാണെന്ന് കൗൺസിൽ മുന്നോട്ട് വച്ചു. പൗരന് ലഭിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്നത് പോലും വർഗീയമായും സാമുദായികമായും ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. രാജ്യത്ത് നിലവിലുള്ള ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടകൾക്കെതിരെ സുപ്രീംകോടതിയുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് സംസ്ഥാന കൗൺസിൽ വിലയിരുത്തി. 1971 ആരാധനാലയ സംരക്ഷണ നിയമത്തെ നോക്കുകുത്തിയാക്കി ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള മുസ്ലിം മസ്ജിദുകൾ പിടിച്ചെടുക്കാനുള്ള ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് വിസ്ഡം കൗൺസിൽ ആവശ്യപ്പെട്ടു. അധികാര ദുർവിനിയോഗത്തിലൂടെ സംഘടനാ സംവിധാനങ്ങൾ പിടിച്ചടക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെയും വിശ്വാസ ആചാരങ്ങളെയും തള്ളിപ്പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ വിശ്വാസി സമൂഹം ജാഗ്രത പാലിക്കണം. മനുഷ്യൻ്റെ ആത്മീയ അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടുന്ന സമീപനമാണ് പല മതസംഘടനകളും സ്വീകരിച്ചു വരുന്നത്. പ്രമാണവിരുദ്ധമായ വീക്ഷണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയധാരയിലേക്ക് കടത്തിക്കൂട്ടാൻ ഇടക്കാലത്ത് സംഘടനയെ ദുരുപയോഗം ചെയ്ത് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പിന് കാരണമെന്നും സംസ്ഥാന കൗൺസിൽ വിലയിരുത്തി. പരിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകചര്യയിലേക്കുമുള്ള മടക്കമാണ് മുജാഹിദ് സംഘടനകൾ ഐക്യപ്പെടാനുള്ള മാർഗമെന്നും സംസ്ഥാന ജനറൽ കൗൺസിൽ ചൂണ്ടിക്കാട്ടി. ലജ്നത്തുൽ ബുഹൂദിൽ ഇസ്ലാമിയ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സലഫി, ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്, സെക്രട്ടറി നാസർ ബാലുശ്ശേരി, പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ കെ സജ്ജാദ്, വൈസ് പ്രസിഡന്റ് ഷെരീഫ് ഏരാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം വാർഷികാഘോഷം താടിയരങ്ങ് കഥകളിയോടെ ആഘോഷിച്ചു. കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ 23ാം വാർഷികമാണ് താടിയരങ്ങ് 2024 എന്ന പേരിൽ ആഘോഷിച്ചത്. വൈകിട്ട് കേളിയോടെയാണ് താടിയരങ്ങിന് അരങ്ങുണർന്നത്. തുടർന്ന് സാംസ്കാരിക സമ്മേളനം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീടായിരുന്നു പത്മനാഭനാശാന്റെ വീട്. അദ്ദേഹവും സത്യഭാമ ടീച്ചറും ഒക്കെ എൻ്റെ കുടുംബാംഗങ്ങൾ പോലെയായിരുന്നു. അത്രയും അടുപ്പമാണ്. അങ്ങനെ അടുപ്പമുള്ള ഒരു കുടുംബവുമായിട്ട് കലാമണ്ഡലം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പിന്നീട് വന്ന തലമുറയിൽപ്പെട്ട ഒരുപാട് പേരുടെ സന്ദർശനം ആ വീട്ടിലുണ്ടാകാം. ഈ നാട്ടില് മുമ്പ് പറയുന്ന പോലെ 7ാം കടലിന് അക്കരെ നിന്ന് വരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വരും, ടീച്ചറെ കാണാൻ വരും. വന്നാൽ ഒരുപാട് സമയം ഉണ്ടാവും. ഭക്ഷണമൊക്കെ അവർ തന്നെ കഴിക്കും. അതൊരു നല്ല അനുഭവമാണ്. എപ്പോഴും അവിടെ ആളുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പത്മനാഭനാശാന്റെ നാട് ഇവിടെയാണ്, അല്ലെ? പത്മനാഭനാശാന്റെ നാട് ഇവിടെയാണ്. അപ്പൊ അദ്ദേഹം കൂടുതൽ കാലം കഴിഞ്ഞത് ഷൊർണൂരാണ്. ഇവരൊക്കെ കലാമണ്ഡലത്തിൽ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരെല്ലാം ചെയ്യുന്നത്. കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി അധ്യക്ഷനായി. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. വെള്ളിനേഴി നാണുനായരുടെ പത്നി മേലേതിൽ പാറുക്കുട്ടിയമ്മ, പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ, ഒ വിജയകുമാർ, പി സ്വാമിനാഥൻ, പ്രസാദ്, രാമകൃഷ്ണൻ,
PM പ്രേംജിത്ത്, കലാകേന്ദ്രം സെക്രട്ടറി C. ഉണ്ണികൃഷ്ണൻ, V. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ തോടയം, പുറപ്പാട് എന്നിവയുണ്ടായി. തുടർന്ന് ലവണാസുരവൃത്തം, നിഴൽക്കൂത്ത്, കിരാതം എന്നീ ആട്ടക്കഥകൾ അരങ്ങിലെത്തി. ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനം ഡിസംബർ 27-ന് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപത്തിൽ നടക്കും. രാവിലെ 10-ന് സിനിമാ പിന്നണി ഗായിക മീര രാമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MP ശൈലജ, MK ജയന്തി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിക്കും. രാവിലെ 9-ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വിളംബര ഘോഷയാത്ര തുടങ്ങുമെന്ന് സ്വാഗത സംഘം ചെയർപേഴ്സൺ MP സിന്ധു, ഗുപ്തൻ സേവന സമാജം സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി, കൺവീനർ ഇൻചാർജ് P. സുകന്യ, കോർഡിനേറ്റർ MK സരിത, S. രത്നം, P. ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുപ്തൻ സമുദായത്തിന്റെ സർവ്വതോന്മുഖമായ വികാസത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഗുപ്തൻ സേവന സമാജം. അതിലെ തന്നെ വനിതകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, സ്വയം പര്യാപ്തമാക്കുക തുടങ്ങി ഒട്ടേറെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഉപസംഘടനയാണ് ഗുപ്തൻ വനിതാ സേവന സമാജം. 2008 മുതൽ ഗുപ്തൻ സേവന സമാജം പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രസ്തുത സംഘടനയുടെ ഒരു ദിവസത്തെ സമ്മേളനം ഈ വരുന്ന വെള്ളിയാഴ്ച 27/12/24-ന് വിജയലക്ഷ്മി ടീച്ചർ നഗർ ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ വളരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. 9 മണിക്ക് വിളംബര ഘോഷയാത്രയോടെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ പരിപാടി തുടങ്ങുന്നു. പ്രസ്തുത സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ശ്രീമതി മീര രാമോഹൻ ആണ് നിർവഹിക്കുന്നത്. ഗുപ്തൻ സമുദായം പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള ഒരു പ്രാദേശിക ന്യൂനപക്ഷ മുന്നോക്ക സമുദായമാണ്. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അമ്പലപ്പാറ പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് ഉദ്ഘാടനം ചെയ്തു. K. പ്രേംകുമാർ MLA റോഡ് നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാത കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. K. പ്രേംകുമാർ MLA റോഡ് നാടിന് സമർപ്പിച്ചു. പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഒട്ടനേകം ഇടപെടലുകൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഇടപെടൽ. അനിലെല്ലാം പറഞ്ഞിരുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രവർത്തന കാലാവധിക്കകത്ത് പൂർത്തീകരിക്കേണ്ട വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ചില ധാരണകൾ മനസ്സിലുണ്ടാകും. അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു മുൻകൈ സ്വാഭാവികമായി മെമ്പറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ K. അനിൽകുമാർ, PP ഹരിദാസ്, CC രാജൻ, K. ലക്ഷ്മണൻ, K. വിനോദ്, S. സഞ്ജീവ്, A. മോഹൻദാസ്, PU വിനീത, KK ശിവശങ്കരൻ, KV സോമസുന്ദരൻ, K. ദിനേഷ്, TP രവി എന്നിവർ പങ്കെടുത്തു. കല്ലടിക്കോട് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന NSS സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ. ദേശീയപാത പനയമ്പാടം ജംഗ്ഷനിൽ നടന്ന പരിപാടി K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കൊങ്ങാട് KPRP വിദ്യാലയത്തിലെ NSS വിദ്യാർത്ഥികളാണ് കരിമ്പ സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്നത്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് 10 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത്. ഇതിലൊന്നായിരുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. ഈ പ്രവർത്തനങ്ങളെല്ലാം സാധാരണ നമ്മൾ പറയാറുണ്ട്, മരം വളർന്ന് വെള്ളമൊഴിക്കുന്നതിനേക്കാളും ചെടി വെച്ച് വെള്ളമൊഴിക്കുക എന്ന് നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്. അതിനർത്ഥം വിദ്യാർത്ഥി സമൂഹത്തിൽ തന്നെ ആരംഭിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്തമുള്ള ചില കടമകൾ ഉണ്ട്. പൗരന്മാർ എന്ന നിലയിൽ ഈ സമൂഹത്തിനോട് അവർ കടപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി.
NSS കോർഡിനേറ്റർ രജനി പദ്ധതി വിശദീകരണം നടത്തി. സമൂഹ ജാഗ്രതാ ജ്യോതി പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ തെരുവ് നാടകം, ഫ്ലാഷ് മോബ് എന്നിവയുമുണ്ടായി. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും, കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും, പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. എന്റെ പുറത്ത് കാണുന്ന വെണ്ടക്കാശത്തിന്റെ ബോർഡിങ് കണ്ടില്ല പൊന്നു കേട്ടാ ഈ നാടാകെ നാട് വഴി മൈക്കിൽ വിളിച്ചോണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബങ്ങൾക്കും ഒരുപോലെ വിലപ്പെട്ട വള്ളുവനാട് ഹിന്ദു മത പരിഷത്തിന്റെ 11ാമത് വാർഷിക സമ്മേളനം ഡിസംബർ 27 മുതൽ 29 വരെ തൃത്താലയിൽ നടക്കും. പ്രഭാഷണവും വിവിധ കലാപരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 27 രാവിലെ 8 മണിക്ക് 500ഓളം വരുന്ന അമ്മമാരുടെ ലളിതാ സഹസ്രനാമാർച്ചനയോടെ പരിപാടികൾക്ക് തുടക്കമാകും. 11-ന് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആചാര്യ MR രാജേഷ് നിർവഹിക്കും. തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് 4-ന് പ്രശസ്ത സിനിമ സീരിയൽ നടൻ ഡോക്ടർ ക്രിസ് വേണുഗോപാലിന്റെ പ്രഭാഷണവും നടക്കും. 28-ന് സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ പ്രഭാഷണവും തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് സ്വാമി കൈവല്യാനന്ദ സരസ്വതിയുടെ പ്രഭാഷണവും ഉണ്ടാകും. സമാപന ദിവസമായ 29-ന് രാവിലെ 11-ന് ഡോക്ടർ MM ബഷീർ പ്രഭാഷണം നടത്തും. ഉച്ചതിരിഞ്ഞ് നൃത്തനൃത്യങ്ങളും വൈകിട്ട് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ നടേശിൻ്റെ പ്രഭാഷണവും നടക്കും. തുടർന്ന് നല്ലേപ്പിള്ളി നാരായണാലയത്തിലെ സ്വാമി സന്മയാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30-ക്ക് ഭക്തിഗാന സുദ്ധ, തുടർന്ന് ധ്വജാവരോഹണത്തോടെ സമ്മേളനത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ ശാരീരിക ശുദ്ധിക്ക് വേണ്ടി 2 നേരം കുളിക്കാറുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ മനഃശുദ്ധിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനുള്ള ഏറ്റവും നല്ല ഉപായങ്ങളാണ് ജപം, ധ്യാനം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് കഴിയുന്ന അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ അർച്ചന നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മണിക്ക് ഈ വെള്ളിയാങ്കല്ല് ആ പാറയിലേക്ക് യജ്ഞേശ്വര ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു ദീപം കൊളുത്തി ഒരു ഘോഷയാത്രയായി പോയി വെള്ളിയാങ്കല്ല് പാർക്കിലുള്ള പാർക്കിൽ കൂടെ ഇറങ്ങി വെള്ളിയാങ്കല്ല് ആ സ്ഥലത്ത് ദീപം തെളിയിച്ച് തിരിച്ചു വരും. അത് പരിപാടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 11 മണിക്കാണ് ഉദ്ഘാടന സഭ ആരംഭിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ആചാര്യ ശ്രീ MR രാജേഷ്. നമുക്കറിയാം, ഇന്ന് ആര്യ സമാജത്തിൽ കൂടെ ഉയർന്നു വന്ന് വൈദിക സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആചാര്യ MR രാജേഷ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് TK വിനയഗോപാൽ, സെക്രട്ടറി സുരേഷ് കൊടുമുണ്ട, വൈസ് പ്രസിഡന്റുമാരായ സുമംഗല, രവീന്ദ്രൻ വെളിച്ചപ്പാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. NSS ക്യാമ്പിന്റെ ഭാഗമായി വെറ്റിനറി ഹോസ്പിറ്റലിൽ പൂന്തോട്ടം നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചെർപ്പളശ്ശേരിയിലെ ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റൽ വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മിച്ചത്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദീപ്തം എന്ന പേരിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റലിൽ സുഹൃത കേരളം എന്ന പേരിൽ ശുചീകരണവും പൂന്തോട്ട നിർമ്മാണവും സംഘടിപ്പിച്ചത്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സൗമ്യ, സീനിയർ വെറ്റിനറി സർജൻ സുജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ സലീം, NSS പ്രോഗ്രാം ഓഫീസർ അൽഫീന സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൈലിയാട് ALP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 1971-76 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. നെല്ലിക്ക പെൻസിൽ എന്ന പേരിലാണ് വിവിധ പരിപാടികളോടെ സംഗമം നടന്നത്. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിപാടികളോടെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും വിരമിച്ച അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെയാണ് കൈലിയാട് ALP സ്കൂളിൽ 1971-76 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. നെല്ലിക്ക കൊടുത്ത് പെൻസിൽ വാങ്ങിയ നിഷ്കളങ്കമായ ബാല്യത്തിന്റെ ഓർമ്മയ്ക്കായി നെല്ലിക്ക പെൻസിൽ എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത്. ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്ന N രഘുനാഥൻ, K പ്രസന്നലക്ഷ്മി, U ഇന്ദിരാദേവി, സുരേഷ്, അച്യുതൻകുട്ടി, CM മുരളീധരൻ, PV രാംകുമാർ, T സതി, V രാമകൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്ന അക്ഷരശ്ലോക സദസ്സ് പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. തങ്ങളെക്കാൾ വയസ്സു കൂടിയ ഒരു പാഠശാലയുടെ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ അവർ ഓർക്കുന്നുണ്ടായിരിക്കുക,
കാലത്തിന് വന്ന മാറ്റങ്ങളെ കുറിച്ച് മാത്രമല്ല, തങ്ങൾ എങ്ങനെ പരിഭാഗപ്പെട്ടു എന്നതിനെ കുറിച്ച് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയിരിക്കുക എന്ന് പറയുന്നത് സമീപകാലത്ത് വൈകാരികമായിരിക്കുന്ന ഒരു ചടങ്ങായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായി. സ്കൂൾ മാനേജർ കെ വേണുഗോപാലൻ, ഹെഡ് മിസ്ട്രസ് എസ് എൻ ബീന, എൻ രഘുനാഥൻ, കെ പ്രസന്നലക്ഷ്മി എന്നിവർ സംസാരിച്ചു. എൻ ശോഭന, ഗീത, അനശ്വര, അനന്യ, മീനാക്ഷി, അദ്വൈത് എന്നിവർ അക്ഷരശ്ലോക സദസ്സിന് നേതൃത്വം നൽകി. വിമുക്തം ചെണ്ടക്കോലിന്റെ മന്ത്രത്തിനു പൊരുളരുളിപ്പോന്ന കാൽത്താരുകൾക്കും വേട്ടനായ്ക്കളുടെ ഘോരഗർജനം ചാട്ടവാറൊലിരഥോത്തതാരവം. ജമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് എഡിഷൻ പാലക്കാട് ദായിറ മഹ്റജാൻ ഒറ്റപ്പാലം മർക്കസിൽ വെച്ച് നടന്നു. വി കെ ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ 8 വേദികളിലായി പാരമ്പര്യ ദർസി കിതാബുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ആവിഷ്കാരങ്ങളും വ്യത്യസ്ത ഭാഷാ പ്രാവീണ്യത്തിൽ ഊന്നിയ 60 മത്സരങ്ങളുമാണ് ക്രമീകരിച്ചത്. ഈ അദാദിയ, ഇബ്തിദാഇയ, മുതവസിത്വ, ആലിയ തുടങ്ങി 4 കാറ്റഗറികളിലായി തിരിഞ്ഞുള്ള മത്സരങ്ങളിൽ പാലക്കാട് ജില്ലയിലെ ജാമിയത്തുൽ ഹിന്ദിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത CM നജാഹ് അക്കാദമി കോങ്ങാട്, ഖുറാൻ അക്കാദമി കോഴിക്കര, ദാറുൽ ഹസനാത്ത് കരിമ്പ, ഹസനിയ ഇസ്ലാമിക് അക്കാദമി കല്ലേക്കാട്, ഗരീബ് നവാസ് അക്കാദമി മണിമുത്ത് നഗർ, മാദിൻ മസുഅലി ഹുസുന്ന മോളൂർ, സുലാഹുദ്ദീൻ അയ്യൂബി പറക്കുളം, ഉസ്മാനിയ കോളേജ് ഓഫ് എക്സലൻസ് ഒറ്റപ്പാലം മർക്കസ്, മദീനത്തുന്നൂർ ഓഫ് ക്യാമ്പസ് മർക്കസ് ബിലാൽ ചെരിപ്പൂർ എന്നിങ്ങനെ 9 ദവ്വ കോളേജുകളിൽ നിന്നുള്ള 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുല്ലിയ ക്യാമ്പസ് മത്സരങ്ങളിൽ നിന്നും 1ാം സ്ഥാനം നേടി വിജയിച്ച മത്സരാർത്ഥികളാണ് ദായിറ മത്സരത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. ദായിറയിൽ 1ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ജാമിയ മഹ്റാജാനിൽ മത്സരിക്കാൻ യോഗ്യത നേടും. സംസ്ഥാന സമിതി നേതൃത്വം ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല പ്രമേയ പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിൽമയുടെ ഏറ്റവും വലിയ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മങ്കട മൂർക്കനാട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് മന്ത്രി MP രാജേഷ്. ഓരോ പൗരനും ഇക്കാര്യത്തിൽ സ്വയം ബോധവാന്മാരാകണമെന്നും മന്ത്രി. നെല്ലായ പേങ്ങാട്ടിയിൽ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സദ്ഗ്രാമം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുടെ സമഗ്ര സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 80കളിലെ നാട്ടുരീതിയായിരുന്ന കുറിക്കല്യാണം വീണ്ടും നടത്തി തുവൂരിലെ സൗഹൃദ കൂട്ടായ്മ. ഒരു കാലത്തെ നാടിന്റെ ഐക്യവും സഹായ മനസ്കതയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയാണ് കുറിക്കല്യാണം പുനരാവിഷ്കരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.